ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവചന പ്രദീപത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ വന്ന ഒരു തലക്കെട്ടാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വല്ലാത്ത കാലം. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? അടുത്ത കാലത്തെങ്ങും നമ്മുടെ നാട് അനുഭവിച്ചിട്ടില്ലാത്ത കൊടും ചൂടിലൂടെ കടന്നു പോവുകയാണ്. സൂര്യതാപം ഏറ്റു മരിക്കുന്നവർ ഒരു വശത്ത്, ചൂട് സഹിക്കാൻ കഴിയാതെ മാളങ്ങളിൽ കഴിയേണ്ട പാമ്പുകൾ മനുഷ്യർ സുഖമായി ഉറങ്ങേണ്ട മെത്തകളിലും തലയണക്കീഴിലും അഭയം തേടുന്നു. അവയുടെ കടിയേറ്റ അനേകർ മരിക്കുന്നു. വന്യമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. ജനം ഭയചകിതരായി കഴിയുന്ന കാലം. ഇതുപോലുള്ള കാലങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ രാജാവായിരുന്ന ആഹാബിൻ്റെ കാലത്ത് ദൈവം ആകാശം അടച്ചു കളഞ്ഞതിനാൽ 3.5 വർഷമാണ് മഴ പെയ്യാതിരുന്നത്. ആഹാബിൻ്റെ ദുഷ്ടതയ്ക്ക് ദൈവം നൽകിയ ശിക്ഷയായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. പ്രവാചകനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുകയും ദേശത്തെ കഠിനമായ ചൂടിന് അറുതി വരികയും ചെയ്തു. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ദൈവത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടെ സംഭവിക്കുന്നതാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ശലോമോന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതായി നാം വായിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവത്തിൻ്റെ ഉറപ്പാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. വല്ലാത്ത കാലത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം, എന്താണ് ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒന്നാമത്, ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് കാരണം ജനത്തിൻ്റെ ദുർമാർഗമാണ്. എപ്പോഴൊക്കെ പാപം പെരുകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയും ഉണ്ടായിട്ടുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ചത് ജനത്തിൻ്റെ പാപനിമിത്തമാണ്. ലോത്തിൻ്റെ കാലത്ത് സോദോം ഗോമോറ പട്ടണങ്ങളെ ആകാശത്തുനിന്ന് തീയും ഗന്ധവും ഇറക്കി നശിപ്പിച്ചതും അവിടുത്തെ ജനങ്ങളുടെ മ്ലേച്ഛമായ പാപങ്ങൾ നിമിത്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല. മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിൽ പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ദൈവം വെറുക്കുന്ന പാപങ്ങളായ വിഗ്രഹാരാധനയും വ്യഭിചാരവും, വിഗ്രഹാരാധന ദൈവത്തോട് നേരിട്ടുള്ളതും വ്യഭിചാരവും ദുർമാർഗവും മനുഷ്യർ ധാർമ്മിക മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള തന്നിഷ്ടപ്രകാരമുള്ള ജീവിതവുമാണ്. കൂടാതെ കൊലപാതകങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു. നിസ്സാര കാരണങ്ങൾക്ക് പോലും മറ്റൊരാളുടെ ജീവനെടുക്കാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥ മനുഷ്യരിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. മാതാവെന്നോ പിതാവെന്നോ മക്കളെന്നോ ചിന്തിക്കാതെ ക്രൂരമായ കൊലപാതകങ്ങൾ അങ്ങിങ്ങായി നടക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ജനത്തിൻ്റെ മേൽ ന്യായവിധി ഉണ്ടാകുമെന്നതിന് സംശയമില്ല. അതിൽ നിന്ന് രക്ഷ നേടുവാനുള്ള മാർഗം ജനം ദൈവമുഖം അന്വേഷിക്കുക, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുക, പാപങ്ങൾ ഏറ്റുപറയുക, ദുർമാർഗങ്ങൾ വിട്ടുതിരിയുക എന്നതാണ്. വ്യവസ്ഥാധിഷ്ഠിതമായ ഒരു പാപപരിഹാര മാർഗമാണ് ഇവിടെ കാണുന്നത്. ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക എന്ന ഭയനിർദ്ദേശമാണ് ദൈവം നൽകുന്നത്. ജനം അനുദപിച്ച് മടങ്ങി വന്നപ്പോഴൊക്കെയും ദൈവം അവരുടെ മേലുള്ള ന്യായവിധി നീക്കിക്കളഞ്ഞിട്ടുണ്ട്. നിനവെ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാൻ തീരുമാനിച്ചെങ്കിലും യോനാ പ്രവാചകൻ മുഖാന്തരം മാനസാന്തരപ്പെടുവാൻ അവസരമൊരുക്കിയപ്പോൾ അവരുടെ മേൽ വരുമെന്ന് കൽപ്പിച്ച അനർത്ഥം ദൈവം മാറ്റിക്കളഞ്ഞു. നമ്മുടെ ദൈവം കരുണയും മനസ്സരിയുമുള്ള ദൈവമാണ്. അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നു. പാപത്തിൻ്റെ മേൽ ദൈവം ന്യായവിധി അയക്കുമെങ്കിലും പാപികളോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവ് അവിടെ പ്രകടമായി നമുക്ക് കാണുവാൻ കഴിയും. പ്രകൃതിയിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളും മഹാമാരികളും യുദ്ധങ്ങളും ക്ഷാമവുമെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് എന്ന് മനസ്സിലാക്കി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം നമ്മോടും കരുണ കാണിക്കുമെന്നതിന് അനവധി ഉദാഹരണങ്ങൾ പറയുവാൻ കഴിയും. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. പ്രിയരേ, ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ മഹാദയയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവം നിശ്ചയമായും നമ്മുടെ ദേശത്ത് നിന്ന് അനർത്ഥം മാറ്റിക്കളയും. നമുക്ക് സൗഖ്യം വരും. നമ്മുടെ കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ.
നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ദാസ്ഥാനപ്പെടുവാനും ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ദേശം എല്ലാ നിലയിലും സന്തോഷം അനുഭവിക്കുവാൻ, സൗഖ്യം അനുഭവിപ്പാൻ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആ ദൈവികമായ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ജനത്തിൻ്റെ മധ്യത്തിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അനർത്ഥങ്ങൾ പെരുകുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി ജനത്തിൻ്റെ മേൽ വരുവാൻ സമയമായിരിക്കുന്നു. എന്നാൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനുള്ള മനോവിനയവും അതിനുള്ള ദൈവാത്മ പ്രേരണയും അവിടുന്ന് ജനത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.